ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് കൂടി. എറണാകുളം പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് ഹെറോയിൻ പിടികൂടി. അസം സ്വദേശികളായ 4 പേരാണ് പിടിയിലായത്. റാഫി കരീമുണ്ട് കൊച്ചിയിൽ നിന്ന്. റാഫി, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, 4 പേരിൽ നിന്നായി 110 ഗ്രാമാണ് ഹെറോയിൻ. 110 ഗ്രാം ഹെറോയിനാണ് ASPയുടെ സ്ക്വാഡ് പിടികൂടിയിരിക്കുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു പരിശോധനയിലായിരുന്നു ഈ ഹെറോയിൻ പിടികൂടിയത്. ഇവർ ആസാമിൽ നിന്ന് ആലുവയിലേക്ക് ട്രെയിൻ മാർഗം എത്തിയതാണ്. തുടർന്ന് അവിടെ നിന്ന് ഈ ഹെറോയിനുമായി ഓട്ടോറിക്ഷയിൽ പെരുമ്പാവൂർക്ക് പോകുന്നതിനിടെയാണ് 4 പേരെയും പിടികൂടിയത്. ഇവരിൽ നിന്ന് 110 ഗ്രാം ഹെറോയിനാണ് നിലവിൽ പിടിച്ചെടുത്തിരിക്കുന്നത്. 4 പേരും ആസാം സ്വദേശികളാണ്. ഈ ആലുവ റൂറൽ SP-ക്ക് കിട്ടിയ ഒരു രഹസ്യ വിവരമായിരുന്നു ഇവരിൽ നിന്ന് ഇത്തരത്തിലൊരു ഹെറോയിൻ പിടികൂടാനുള്ള കാരണം. തുടർന്ന് പെരുമ്പാവൂർ ASPയുടെ സ്ക്വാഡും തടിയിട്ടപറമ്പ് പോലീസും ചേർന്നാണ് ഇവരിൽ നിന്ന് ഈ ഹെറോയിൻ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഇവർ 4 പേരും, ഇതിൽ 2 പേർ സഹോദരങ്ങളാണ്. ഇവർ പെരുമ്പാവൂരിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, ആസാമിൽ നിന്ന് സ്ഥിരമായി ലഹരി കടത്തുന്ന ഒരു സംഘമാണ് എന്നുള്ളതാണ് പോലീസിന് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഇതനുസരിച്ചുള്ളൊരു പരിശോധനയായിരുന്നു. ഇവർ ഈ വലിയൊരു ലഹരി സംഘത്തിൻ്റെ കണ്ണികളാണ് എന്നുള്ള സൂചനകളും പോലീസിന് ലഭിക്കുന്നുണ്ട്. ഇവർ മുൻപും ഇത്തരത്തിൽ പെരുമ്പാവൂരിലേക്ക് ഹെറോയിനും കഞ്ചാവും അടക്കമുള്ള ലഹരികൾ ആസാമിൽ നിന്ന് എത്തിക്കുന്ന സംഘമാണ് എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇനിയുള്ള നടപടികൾ ഉണ്ടാവുക. എന്തായാലും പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ലഹരി വിൽപ്പന നടക്കുന്നു എന്നുള്ള വിവരം നേരത്തെ തന്നെ പോലീസിനുണ്ടായിരുന്നു. പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് ലഹരി പരിശോധനകളും സമീപ ദിവസങ്ങളിൽ പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുന്നത്. ഈ സൂചനകളിൽ നിന്നാണ് ഇവരാണ് ഈ പെരുമ്പാവൂരിലേക്ക് പ്രധാനമായും ലഹരി എത്തിക്കുന്ന ഒരു സംഘത്തിൽപ്പെട്ട ആളുകൾ. ഇവർ നിലവിൽ ലഹരി എടുക്കുന്നതിന് വേണ്ടി, ഇതിൻ്റെ ഒരു സ്റ്റോക്ക് എടുക്കുന്നതിന് വേണ്ടി ആസാമിലേക്ക് യാത്ര തിരിച്ചു എന്നുള്ള വിവരങ്ങൾ ASPക്ക് ലഭിച്ചിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവർ മടങ്ങി വരുന്ന ഡേറ്റ് അടക്കം കൃത്യമായി പോലീസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഈ ഡേറ്റ് അടക്കം നിരീക്ഷിച്ചുകൊണ്ടാണ് വലിയ ഓർഡർ ഇവിടെ പെരുമ്പാവൂരിൽ ഹെറോയിൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെത്തിയ വാഹനം ആലുവ റെയിൽവേ സ്റ്റേഷൻ മുതൽ പോലീസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വാഹനത്തിൽ ഇവർ 4 പേരും കയറിയതിന് ശേഷം ഇവിടെ ഇടപാടുകൾ നടത്തുന്ന ആളുകൾ കൂടി ഉൾപ്പെടുമെന്നായിരുന്നു പോലീസിൻ്റെ പ്രതീക്ഷ. അങ്ങനെയാണ് തടിയിട്ടപറമ്പ് പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് ഇവരെ ASPയുടെ സ്ക്വാഡും തടിയിട്ടപറമ്പ് പോലീസും ചേർന്ന് തടഞ്ഞു നിർത്തി പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് ഏകദേശം 10 ലക്ഷത്തോളം രൂപ വില വരുന്ന 110 ഗ്രാം ഹെറോയിൻ പിടികൂടാൻ കഴിഞ്ഞത്. എന്തായാലും ഈ സംഭവം നമുക്ക് ഈ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് പോകാം. സാർ, എങ്ങനെയായിരുന്നു ഇതിൻ്റെ വിവരങ്ങൾ ലഭിച്ചത്? സാർ, ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവർ സിവിൽ പോലീസ് ഓഫീസർമാരാണ്, അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. സാർ, ഏത് നിലയിലായിരുന്നു ഈ ഒരു പരിശോധന? എങ്ങനെയൊക്കെയാണ് ഇത് കിട്ടിയത്? നീ എന്നോട് പറയാം, പിന്നെ പറയാം. നോക്കിക്കൊണ്ടിരിക്കുക, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ശരി റാഫി, അവർ പരിശോധിക്കട്ടെ, പോലീസ് അത് പരിശോധിക്കട്ടെ. റാഫി കരീമാണ് ഈ ഹെറോയിൻ പിടികൂടിയതുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അത് എവിടെ നിന്ന് വരുന്നു, എങ്ങനെയാണ് ഇവിടെ എത്തിച്ചത്, അതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ പോലീസ് അത് ലഭ്യമാക്കും.